Hello aspirants, welcome to Vishwa Academy. അപ്പോൾ ഇന്ന് ഗ്ലോബൽ ടൈഗർ ഡേ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടൈഗർ ഡേ ആണ് 29th July 2020. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ ടോപ്പിക്. യൂണിയൻ എൻവിറോൺമെൻറ്റ് മിനിസ്റ്റർ റിലീസസ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് ടൈഗർ സെൻസസ് ഓൺ ദ ഈവ് ഓഫ് ഗ്ലോബൽ ടൈഗർ ഡേ. അപ്പോൾ യൂണിയൻ എൻവിറോൺമെൻറ്റ് മിനിസ്റ്റർ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് ടൈഗർ സെൻസസ് ഗ്ലോബൽ ടൈഗർ ഡേയുടെ ഈവനിങ്ങിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ നൗ ഇൻ ലീഡർഷിപ്പ് റോൾ ഇൻ ടൈഗർ കൺസർവേഷൻ വിൽ ഷെയർ ബെസ്റ്റ് പ്രാക്ടീസസ് വിത്ത് ടൈഗർ റേഞ്ച് കൺട്രീസ്. ശ്രീ പ്രകാശ് ജാവേദ്കർ. അപ്പോൾ ഇത് PIBയുടെ റിപ്പോർട്ടാണ്. ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 20th July 2020 സോ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളിലുണ്ടാവും. LIDAR survey technology to be used for the first time for effective fodder and water augmentation in forest area by Environmental Ministry. LIDAR survey technology means light detection and ranging survey technology. അത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് അവർക്ക് ഫുഡിൻ്റെ ആണെങ്കിലും ജലവളർച്ചയാണെങ്കിലും ആ ഫോറസ്റ്റ് ഏരിയയിൽ അത്യാവശ്യമായിട്ടുള്ള ഫുഡിനും വാട്ടറിനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ യൂസസിന് വേണ്ടിയിട്ടാണ് LIDAR സർവേ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ആൻഡ് ടൈഗർ ഈസ് ആൻ ഇൻക്രെഡിബിൾ പാർട്ട് ഓഫ് ദ നേച്ചർ ആൻഡ് ദ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ബിഗ് കാറ്റ്സ് ഇൻ ഇന്ത്യ റിഫ്ലക്ട്സ് ഇക്വിലിബ്രിയം ഇൻ ദ നേച്ചർ. സോ ടൈഗർ എന്ന് പറയുന്ന ഒരു ഇൻക്രെഡിബിൾ പാർട്ട് ഓഫ് നേച്ചറാണ്. അതിൻ്റെ ഈ ബിഗ് കാറ്റ്സിൻ്റെ ഇൻക്രീസ് ഓഫ് നമ്പർ അത് നേച്ചറിൻ്റെ സന്തുലിതാവസ്ഥയെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് യൂണിയൻ എൻവിറോൺമെൻറ്റ് മിനിസ്റ്റർ ശ്രീ പ്രകാശ് ജാവേദ്കർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു at the release of detailed report of tiger census on the eve of Global Tiger Day in New Delhi today. അദ്ദേഹം പറഞ്ഞു, Tiger and other wildlife are kind of soft power India has to show on international front. The minister said, despite several constraints എന്ന് പറയുന്നത് നിയന്ത്രണങ്ങൾ, കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൂടെ such as less land mass, ഇന്ത്യക്ക് 80% of biodiversity ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ കൾച്ചർ സേവിങ്, നേച്ചർ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ്സ്, ട്രീസ്, വൈൽഡ് ലൈഫ്, സോ ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യ 8% ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. ആൻഡ് നോട്ടിംഗ് ദാറ്റ് വൈൽഡ് ലൈഫ് ഈസ് അവർ നാച്ചുറൽ വെൽത്ത്, Shri Prakash said, it is praiseworthy that India has 70% of world's tiger population. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ വേൾഡിൽ തന്നെ 70% ടൈഗർ പോപ്പുലേഷൻ ഉണ്ട്. ഇന്ത്യയിൽ ഈ വൈൽഡ് ലൈഫ് നോട്ട് ചെയ്യുന്നത്, അത് നാച്ചുറൽ വെൽത്ത് ഒക്കെ കൂടെ നോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 70% ഉണ്ടെന്നാണ് പറയുന്നത്. അവർ കൂടാതെ വേറെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഈസ് ടയർലെസ്ലി വർക്കിംഗ് വിത്ത് ഓൾ ദ 13 ടൈഗർ റേഞ്ച് കൺട്രീസ് ടുവാർഡ്സ് നർച്ചറിങ് ദ ടൈഗർ. അപ്പോൾ ടൈഗർ വളർത്തുന്നതിന് വേണ്ടിയിട്ട് 13 ടൈഗർ ഇന്ത്യ ഈസ് ടയർലെസ്ലി വർക്കിംഗ്, ഈ 13 ടൈഗർ റേഞ്ച് കൺട്രീസുമായിട്ട് ഇന്ത്യ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് താഴെയുള്ളത് ട്വീറ്റാണ്, സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ശ്രീ ജാവേദ്കർ ഓൾസോ അനൗൺസ്ഡ് ദാറ്റ് his ministry is working on program in which efforts would be made to provide water and fodder to animals in the forest itself to deal with the challenge of human-animal conflict which is causing death of animals. അപ്പോൾ ഹ്യൂമൻ ഒരു നമ്മുടെ ഫോറസ്റ്റ് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്, അവരുടെ സംഘർഷമാണ്. സോ അതിൻ്റെ എഫക്റ്റായിട്ട് അനിമൽസ് ആണ് ഡെത്ത് ആവുന്നത്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാനും ഡെത്ത് ഓഫ് അനിമൽസ് ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് മിനിസ്ട്രി ശ്രീ ജാവേദ്കർ അവരെ അനൗൺസ് ചെയ്തു. അവരുടെ മിനിസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൺ എ പ്രോഗ്രാം. സോ അവർക്ക് മാക്സിമം ഈ ഫുഡ് തേടിയിട്ടാണല്ലോ അനിമൽസ് പുറത്തോട്ട് വരുന്നതും അവിടെ ഹ്യൂമൻസായിട്ട് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ. സോ പ്രോപ്പർ ഫുഡ് ആൻഡ് വാട്ടർ ഫോറസ്റ്റിൽ തന്നെ കിട്ടുന്ന രീതിയിലായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ LIDAR ബേസ്ഡ് സർവേ ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസസ് ബൈ illuminating the target with laser light and measuring the reflection with a sensor. സോ ഇതൊരു മെത്തേഡാണ്.
അത് ഡിസ്റ്റൻസ് ഇല്യൂമിനേറ്റിംഗ് മീൻസ് പ്രകാശിപ്പിക്കുന്ന ലേസർ ലൈറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ടാർഗറ്റ് മെഷർ ചെയ്ത ശേഷം അതിൻ്റെ റിഫ്ലക്ഷൻ മെഷർ ചെയ്യുന്നത് സെൻസർ യൂസ് ചെയ്തിട്ടാണ്. സോ ഇതാണ് ലിഡാർ മെത്തേഡ് എന്ന് പറയുന്നത്. Highlighting the keystone nature of the tiger, a poster on presence of small cats was also released by the Environment Minister. And with the presence of nearly 30% of India's tiger outside tiger reserves, India had embarked upon assessing management intervention through globally developed conservation assured tiger standard framework, which will now extend to all 50 tiger reserves across the country. So ഈ നേച്ചർ ഓഫ് ദ ടൈഗർ കീസ്റ്റോൺ അതായത് ഈ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ടൈഗറിൻ്റെ നേച്ചർ അതൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ഓൺ പ്രസൻസ് ഓഫ് സ്മോൾ കാറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ എൻവിറോൺമെൻറ്റ് മിനിസ്റ്റർ. സോ വിത്ത് ദ പ്രസൻസ് ഓഫ് നിയർലി 30 ഔട്ട് ഓഫ് ഫുൾ ടൈഗർ റിസർവ്സിൽ ഔട്ട് ഓഫ് അല്ലെങ്കിൽ നിയർലി 30% ഓഫ് ഇന്ത്യാസ് ടൈഗേഴ്സ് ഉണ്ട്. ഇന്ത്യ ഹാഡ് എംപാർക്ക്ഡ് മീൻസ് ആരംഭിക്കുക. So assessing management intervention ആരംഭിച്ചു globally through developed conservation assured tiger standards framework. So അത് ബാക്കിയുള്ള 50 ടൈഗർ റിസർവ്സ് അക്രോസ് ദ കൺട്രിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒക്കേഷനിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എൻവിറോൺമെൻറ്റ് ശ്രീ ബാബുൽ സുപ്രിയോ പറഞ്ഞു ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ക്യാൻ ബി അവോയ്ഡഡ്, പക്ഷേ റൂൾഡ് ഔട്ട് ഇൻ ദ കൺട്രി, ഇറ്റ് കനോട്ട് ബി റൂൾഡ് ഔട്ട് ഇൻ ദ കൺട്രി, അവോയ്ഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് കനോട്ട് ബി റൂൾഡ് ഔട്ട് ഇൻ ദ കൺട്രി. He said frontline officials have done commendable job in raising the number of tiger in country. So മുൻനിര പ്രവർത്തകരെ ഒഫീഷ്യൽസ് അവരൊരു കമൻഡബിൾ ജോബാണ് റേസ് ചെയ്തിട്ടുള്ളത്, കമൻഡബിൾ ജോബാണ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? റേസിംഗ് ഈ കൺട്രിയിൽ ടൈഗറിൻ്റെ നമ്പർ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. The detailed report of the 4th All India Tiger Estimation is unique in the following ways. അപ്പോൾ 4th All India Tiger Reservation ഡീറ്റെയിൽ റിപ്പോർട്ടാണ് താഴെ പറയുന്നത്. അതിൻ്റെ യൂണിക്നെസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Abundance index of co-predators and other species has been carried out, which hitherto was restricted only to occupancy. Sex ratio of tigers in all camera trap sites has been carried out for the first time. അപ്പോൾ ഈ സെക്സ് റേഷ്യോ ഓഫ് ടൈഗേഴ്സ് ഇൻ ഓൾ ക്യാമറ ട്രാപ്പ് സൈറ്റ്സ് ഹാസ് ബീൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ സെക്സ് റേഷ്യോ ഓഫ് ടൈഗേഴ്സ് ക്യാമറയിൽ ട്രാപ്പ് ചെയ്യും ഇൻ ഓൾ ക്യാമറ ട്രാപ്പ് സൈറ്റ്സ്. ആൻഡ് അബണ്ടൻസ് ഇൻഡെക്സ് ഓഫ് കോപ്രഡേറ്റേഴ്സ്, അതായത് അബണ്ടൻസ് ഇൻഡെക്സ് ഓഫ് കോപ്രഡേറ്റേഴ്സ് ആൻഡ് അതർ സ്പീഷ്യസ് അത് ക്യാരിഡ് ഔട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ഇതുവരെയായിട്ട് ആക്രമിക്കുന്നതിൽ മാത്രമായിട്ടാണ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആന്ത്രോപോജനിക് മീൻസ് സംതിങ് ദാറ്റ് ഈസ് മെയ്ഡ് ബൈ ഹ്യൂമൻ. അപ്പോൾ ആന്ത്രോപോജനിക് ഇഫക്ട്സ് ഓൺ ടൈഗർ പോപ്പുലേഷൻ ഹാവ് ബീൻ ഇലോബറേറ്റഡ് ഇൻ ഡീറ്റെയിൽ മാനർ. ടൈഗർ അബണ്ടൻസ് വിത്തിൻ പോക്കറ്റ്സ് ഇൻ ടൈഗർ റിസർവ്സ് ഹാസ് ബീൻ ഡെമോൺസ്ട്രേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ സെക്സ് റേഷ്യോ ഓഫ് ടൈഗേഴ്സ് ക്യാമറ ട്രാപ്പ് സൈറ്റിൽ അതും ഫസ്റ്റ് ടൈമാണ്. ടൈഗർ അബണ്ടൻസ് വിത്തിൻ പോക്കറ്റ്സ് in tiger reserves has been demonstrated for the first time. The heads of the government of tiger range countries at St. Petersburg, റഷ്യയിലുള്ള സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഈ ടൈഗർ റേഞ്ച് കൺട്രിയുടെ ഗവൺമെൻറ്റ്സിൻ്റെ ഹെഡ് ഉള്ളത്. ഹാസ് റിസോൾവ് ടു ഡബിൾ ടൈഗർ നമ്പർ അക്രോസ് ദ ഗ്ലോബൽ റേഞ്ച് ബൈ 2022 by signing the St. Petersburg Declaration on Tiger Conservation. അപ്പോൾ ടൈഗർ കൺസർവേഷനിൽ 2022 ആകുമ്പോഴേക്കും ടൈഗറിൻ്റെ നമ്പേഴ്സ് ഡബിൾ ആക്കണം എന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഡിക്ലറേഷനിൽ ടൈഗർ കൺസർവേഷൻ ഡേയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ മീറ്റിങ്ങിൽ വേറെയും കൂടി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂലൈ 29 ഗ്ലോബൽ ടൈഗർ ഡേ ആയിട്ട് അക്രോസ് ദ വേൾഡ് സെലിബ്രേറ്റ് ചെയ്യണം. So which is since being celebrated to spread and generate awareness on tiger conservation. So ഇത് ടൈഗർ കൺസർവേഷൻ അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഡ്യൂറിങ് ഗ്ലോബൽ ടൈഗർ ഡേ ഓൺ
2019, it was a proud moment for India as the Prime Minister declared to the world fulfillment of India's resolve as it had doubled its tiger number 4 years in advance to the target year, highlighting resolute action taken by all concerned. So, 2019 ഗ്ലോബൽ ടൈഗർ ഡേയിൽ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടാണ് പ്രൈം മിനിസ്റ്റർ അവർ ഡിക്ലെയർ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം മുന്നേ ടാർഗറ്റ് ഇയർ 4 വർഷം മുന്നേ ഇന്ത്യ അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, ഡബിൾ ദ നമ്പർ ആക്കി മാറ്റി ടൈഗർ പോപ്പുലേഷൻ അച്ചീവ് ചെയ്തു എന്നാണ് ബിഫോർ 4 years ടു ടാർഗറ്റ് ഇയർ. ഇന്ത്യസ് ടൈഗർ പോപ്പുലേഷൻ ഇപ്പോൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2967, അതായത് ഗ്ലോബൽ ടൈഗർ പോപ്പുലേഷനിൽ 70%. അപ്പോൾ ഇതൊരു ഫെദർ ഇൻ ക്യാപ്പ്, ഇന്ത്യൻ ക്യാപ്പിൽ ഒരു ഫെദറാണ്. ഓൾസോ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ഇതിൽ. The detailed report released today assesses the status of tiger in terms of spatial occupancy and density of individual populations across India. In addition to the summary report released by the Prime Minister of India on the status of tigers in India in July 2019, this detailed report compares information obtained from the earlier 3 surveys, 2006, 2010, 2014, with data obtained from the 2018-19 survey to estimate population trends at countries and landscape scales, patch colonization and extinction rates, along with the information on likely factors responsible for changes in tiger status at the fine spatial resolution of 100 km. The report evaluates the status of habitat corridors connecting major tiger population and highlights vulnerable areas that require കൺസർവേഷൻ അറ്റൻഷൻ ഫോർ ഈച്ച് ലാൻഡ്സ്കേപ്പ്. സോ ഇത്രയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗർ കൺസേർവ് ചെയ്യാനുള്ള ബേസിക് സ്റ്റെപ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഓരോ ലാൻഡ്സ്കേപ്പിലും, അതായത് വൾണറബിൾ ഏരിയാസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, ടൈഗർ പോപ്പുലേഷൻ കണക്ട് ചെയ്തുകൊണ്ട് ഒക്കെയാണ് ഈ റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്ത് സ്റ്റാറ്റസ് എടുക്കുന്നത്. സോ വൾണറബിൾ ഏരിയാസിൽ ഹൈലൈറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അതിൻ്റെ കൺസർവേഷൻ അറ്റൻഷൻ കൊടുക്കുക ഓരോ ലാൻഡ്സ്കേപ്പിലും. അതുകൊണ്ട് തന്നെ ദിസ് റിപ്പോർട്ട് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ മേജർ കാർണിവോർസ് ആൻഡ് അൺഗുലേറ്റ്സ് റിഗാർഡിംഗ് ദെയർ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റീവ് അബൻഡൻസ്. സോ ഈ റിപ്പോർട്ട് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ അബൻഡൻസ് എത്രയൊക്കെയാണ്, അത് മേജർ ഇൻഫർമേഷൻ ഓഫ് ദ കാർണിവോർസും കൊടുക്കുന്നുണ്ട്, ഈ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഗ്ലോബൽ ടൈഗർ ഡേയുടെ PIB നോട്ട്സ്, ഒഫീഷ്യൽ നോട്ട്സ് ഇത്രയാണ്.